നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വായനാ ദിനത്തോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് വെങ്ങാനൂരിൽ വിപുലമായ പരിപാടികൾ നടന്നു. സാഹിത്യകാരൻ, കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിനം തിരഞ്ഞെടുത്തത്? 1996 മുതൽ കേരളത്തിൽ എല്ലാ വർഷവും ജൂൺ മാസം 19 തീയതി വായനാ ദിനമായി ആരംഭിച്ച് ആ ഒരാഴ്ച 25 വരെ വരുന്ന ഒരാഴ്ച വായനാ വാരയും ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം പി.എൻ. പണിക്കർ സാറിന്റെ ചരമദിനമാണ് ജൂൺ മാസം 19 എന്ന് പറയുന്നത്. പി.എൻ. പണിക്കർ സാർ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. തന്റെ ആജ്ഞാശക്തി കൊണ്ട്, അല്ലെങ്കിൽ ആഗ്രഹം എന്തായിരുന്നോ ആ ആഗ്രഹം പൂർത്തീകരിച്ചതിലൂടെ ലോകമറിയപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും അതിന്റെ പ്രചാരകനുമൊക്കെ ആയിരുന്നു. നമ്മൾ 2017 മുതലാണ് ദേശീയ വായനാ ദിനമായി ദിവസം ആഘോഷിക്കുന്നത്. തുടക്കത്തിൽ ഇത് കേരളത്തിൽ മാത്രമായിരുന്നു. 1996 മുതൽ കേരളത്തിൽ മാത്രമായിരുന്നു. 2017 ആയതോടുകൂടി ഇന്ത്യ ഒട്ടാകെ പി.എൻ. പണിക്കർ സാറിന്റെ ചരമദിനം വായനാ ദിനമായി ആഘോഷിക്കുക. വായിക്കാൻ ഇടമില്ലാത്തിടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സാറ് ഒരു തോൾ സഞ്ചിയിൽ പുസ്തകവുമായിട്ട് സഞ്ചരിച്ച് അവിടെ ആളുകളെ കൂട്ടി അവരോട് വേറെ കഥയൊന്നും പറഞ്ഞില്ല, പുസ്തകങ്ങളെ പറ്റി പറഞ്ഞു, വായിക്കാൻ പുസ്തകം കൊടുത്തു. അങ്ങനെ കേരളക്കരയിലാകെ വായനാ വസന്തം സൃഷ്ടിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ് നമുക്ക് മരണം വരെയും എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വായിച്ചുകൊണ്ടേ. അങ്ങനെ വായിക്കുന്ന കുട്ടികളാണ്. എല്ലാ വർഷവും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നു. പി.എൻ. പണിക്കർ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞു. എന്താണ് ആ മുദ്രാവാക്യം? ചിന്തിച്ച് അത് 3 വട്ടം പറയുക. വായിച്ച് വളരുക, വായിച്ച് വളരുക, വായിച്ച് വളരുക. അത് തന്നെയാണ് എല്ലാവർക്കും എല്ലാവരോടും ഈ ദിനത്തിൽ പറയാനുള്ളത്. അപ്പൊ എന്തിനാണ് വായിക്കുന്നത് എന്ന് അതിനകത്ത് വന്നു അല്ലേ? വായിക്കുന്നത് എന്തിനാണ്? എന്തിനാണ്? അറിവ് പല സ്ഥലത്ത് നിന്നും നേടാം അല്ലെ? എന്തൊക്കെ അറിവ് നേടാം? ക്ലാസ്സില് ടീച്ചർമാർ പറഞ്ഞിരുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, രക്ഷിതാക്കൾ വീട്ടിൽ ധാരാളം ഉപദേശങ്ങൾ നൽകുന്നു. ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് എന്ത് തന്നെയാണ്? അറിവ് തന്നെയാണ്. ആ അറിവിന്റെ കൂടുതൽ അറിവ് ഒരു പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, ക്ലാസ്സിനകത്ത് നിന്ന് ലഭിക്കുന്ന അറിവ്, ജീവിത അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, ആ അറിവാണ് നമുക്ക് വിവേകപൂർവമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്, സഹായിക്കുന്നത്. വായിക്കേണ്ടത് വളരുമ്പോഴാണ് നമ്മൾ മൃഗമല്ല മനുഷ്യരാകും. വായിക്കാതെ വളരുന്നവൻ ആരായി മാറും? മൃഗമാണ്. വായിച്ച് വളരുന്നവൻ ആരായി മാറും? ഒറ്റ ചോദ്യമേ ഉള്ളൂ, മൃഗമാകണമോ മനുഷ്യനാകണമോ? മനുഷ്യനാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്രയുള്ളൂ. അമ്മ എന്നെ മടിയിലിരുത്തി നല്ലുമ്മ തന്നു പഠിപ്പിച്ച പ്രാർത്ഥന. അമ്മ എന്നെ മടിയിലിരുത്തി നല്ലുമ്മ തന്നു പഠിപ്പിച്ച
വർദ്ധിച്ച പ്രാർത്ഥന ഏറെ എല്ലാം മറന്നു പോയെങ്കിലും ഓർമ്മയിലുയരാതിരേരടി നല്ല വാക്കുവാൻ പ്രാണിയുണ്ടാകണം സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം എന്താണ് വാക്കുള്ളത് നല്ല വാക്കുവാൻ പ്രാണിയുണ്ടാകണം സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം ഇതൊക്കെ അമ്മ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഒരു പാട്ട് പാടി അടുത്തൊരു പാടിയത് ഏതാണ് കാട്ടേ കാട്ടേ കൂട്ടിനകത്തൊരു കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ പ്രാവേ 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 മാവാ കൂട്ടിനകത്താക്കാം പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ എല്ലാം ഒരേ താളമാണല്ലേ മരിച്ചാലും അത് മറക്കുമോ മരിച്ചാലും മറക്കില്ല ഇല്ലാതെ മൊബൈൽ കാണിച്ചു തന്ന ആ ചിത്രങ്ങളെക്കാളും എത്ര സുന്ദരമാണ് മനസ്സിൽ പതിഞ്ഞ ആ പാട്ടുകൾ അത് വെറും പാട്ടല്ല അതിനകത്ത് നമുക്ക് എന്ത് കണ്ടു ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് സഹജീവികളോട് എങ്ങനെ കരുതണമെന്ന് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അതൊക്കെ പകർന്നു തന്ന ഏറ്റവും വലിയ ഔഷധമാണ് ഏതെന്ന് പറയുന്നത് ആ കുട്ടിക്കാലത്ത് നമ്മൾ പാടിക്കേട്ട പാട്ടുകൾ അപ്പൊ നമ്മൾ ആദ്യം വായിക്കേണ്ടതും പാടേണ്ടത് ഇത് തന്നെയാണ് അതൊക്കെ തന്നെയാണ് അതൊക്കെ പാടണ്ടേ ആദിയില്ലല്ലോ അക്കാലം പോയി വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ അന്നാലേ താനേ ആ തളത്തിൽ പുതിയ കാലഘട്ടത്തിൽ ഒരാൾ നാടൻപാട്ട് പരിശീലിക്കും എന്താണ് നിന്നെ കാണാൻ സ്വന്തം തോന്നും എന്നിട്ടെന്തേ ഇന്നുവരെ നിന്നെ കാണാൻ എന്നെ കാലം സ്വന്തം തോന്നും എന്നിട്ടെന്തേ മത്സരത്തിൽ പങ്കെടുക്കാൻ
എന്താണ് പറഞ്ഞത് കൊഴിക്കുന്നേ തുപ്പായ കോഴന് തുപ്പായ കോഴന് എന്നല്ല പറഞ്ഞത് കൊഴിക്കുന്നേ മഞ്ഞൾ പോരാട്ടുമ്പോൾ മഞ്ഞൾ പോരാട്ടുമ്പോൾ എന്താണ് പറഞ്ഞത് കൊഴിക്കുന്നേ മഞ്ഞൾ പോരാട്ടുമ്പോൾ മഞ്ഞൾ പോരാട്ടുമ്പോൾ എന്താണ് പറഞ്ഞത് കൊഴിക്കുന്നേ കപ്പ് ചെയ്യണം എന്നല്ല പറഞ്ഞത് കൊഴിക്കുന്നേ നർത്തങ്ങളുടെ ശബരികേറി പദവിളയെ കണ്ണുമണിച്ച് തങ്ങളെ നർത്തങ്ങളുടെ ശബരികേറി പദവിളയെ കണ്ണുമണിച്ച് തങ്ങളെ അയാളിയ പവരുന്നിന്റെ അമ്മമാരെ പൊന്നെ അയാളിയ പവരുന്നിന്റെ അമ്മമാരെ പൊന്നെ ഇപ്പൊ കാണാൻ എത്ര ചമ്മടി കമ്മലിട്ടൊരു നേരത്ത് ഇപ്പൊ കാണാൻ എത്ര ചമ്മടി പെണ്ണേ ഈ പാനി എന്നപ്പോൾ സാനിധ
ജ്ഞാനഭോ കഥാർത്ഥയായേ ജഗന്നാഥ എന്ന് അഹല്യ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഏവരെയും കൃതാർത്ഥരാക്കിക്കൊണ്ടുള്ള ഒരു മനോഹരമായ വിജ്ഞാനപ്രദമായ ആനന്ദകരമായ ഒരു പ്രസംഗമായിരുന്നു സാറിൻ്റേത്. ഈ വായനാവാരത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കഥയിലൂടെയും പാട്ടിലൂടെയൊക്കെ സാർ നമുക്ക് പറഞ്ഞു തരും. വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വായന നമ്മുടെ മനസ്സിനെ എത്രത്തോളം വിപുലീകരിക്കുമെന്നും സാറ് സവിസ്തരം പറഞ്ഞു. മനസ്സിന് നമ്മുടെ മനുഷ്യ മനസ്സിലെ കാമക്രോധ ലോഭമോഹങ്ങളെ ഷഡ്വികാരങ്ങളെ മാറ്റി അറിവിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിനെ നന്നാക്കുവാൻ സാർ ഓരോ കഥയിലൂടെയും പാട്ടിലൂടെയും നമുക്ക് പറഞ്ഞു നൽകി. തകഴിയുടെ കയർ രണ്ടിടങ്ങളിൽ തുടങ്ങിയ കഥകളിലൂടെയും എം.ടിയുടെ രണ്ടാംപൂഴം കാലം മസുരവിത്ത് നമ്മെ തുടങ്ങിയ നോവലുകളിലൂടെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയിലൂടെയും OMV കവിതകളിലൂടെയും കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളിലൂടെയും അവരുടെ കവിതകളിലൂടെയും എന്ന് വേണ്ട എല്ലാ കവികളിലൂടെയും അതിൽ നിന്നൊക്കെ നാം നേടേണ്ട ആർജവം അറിവ് ഒക്കെ സാർ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ പുസ്തകങ്ങളെല്ലാം നമ്മുടെ ലൈബ്രറിയിലുണ്ട്. നമുക്ക് ഈ വായനാകാലത്തിൽ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച് സാറ് പറഞ്ഞതുപോലെ അറിവിൻ്റെ ചിറകടിച്ച് നമുക്ക് ഉയരത്തിലേക്ക് പറന്നു പോകാം. തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം